ഇവിടെ കമ്പിവേലിയുണ്ട്. കമ്പിവേലി കഴിഞ്ഞാൽ ചെറിയൊരു ഒരു പാത്തിമാരുണ്ട്. വലിയ വരമ്പല്ല, നടന്നു പോകാൻ പറ്റുമോ? കമ്പിവേലി ചാടാണ്ട് ചെറുതാണ്. അതിലൂടെ അപ്പുറത്ത് കയറി അപ്പുറത്ത് തെങ്ങ് തൊടി കയറി നേരെ മറ്റേ കനാലുണ്ട്. കനാല് ഉള്ളിൽ കൂടെ ഓവുണ്ട്. കയറി പറഞ്ഞു കൊടുക്കട്ടാ. ഓവിൻ്റെ ഉള്ളിൽ കയറി വെള്ളത്തിലും ചാടിയില്ല. വെള്ളത്തിലും ചാടിയില്ല. ഓവിൻ്റെ ഉള്ളിൽ കൂടെ കയറി മനു. കള്ള വന്നിട്ടുണ്ടായിരുന്നു. കള്ള ഫോൺ ചെയ്ത് വിളിക്കാതിരുന്നു ഞാനെങ്കിൽ കത്തി കണ്ടതും കൂട്ടിയാണ്. അപ്പൊ അമ്മ എവിടെ പടി കടത്തി കിടക്കുന്നു. അത് കണ്ട് നേരെ വീട്ടിനകത്ത് പോയി കത്തിയോടെ സിനിമ എവിടെ കളഞ്ഞു ആലോചിച്ചു. ചെറിയ സിനിമാണോ? ചെറിയ ആ പിള്ളേർ നിൽക്കണുണ്ട്. ആ പിള്ളേർ ആരാണ്? ആ വഴി നേരെ വന്നു വീണ്ടും വന്ന് അങ്ങനെ മല കയറി അവിടെ ആ മല എത്തി. അതന്നെ വഴി തിരിച്ചു വന്നത്. അപ്പൊ ഇതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നീ കയറിയ മലമുകളിൽ കയറിയ ഭാഗം കിട്ടില്ലേ? ഇതാണ് സാറേ മല. അതെ, ആ ഭാഗത്തേക്ക് കൂടെ ഇല്ല. മലയുടെ മുകളിൽ പോകാനല്ല, മുകളിൽ വന്നിട്ട് അങ്ങോട്ട് മലയിലേക്ക് പോയ വഴി ഏതായിരുന്നു എന്നാ ചോദിച്ചു. നേരെ രണ്ടുപേർ പോണുണ്ട്. കനാലാണ്. തിരിച്ചു പോയത് അപ്പുറത്തെ വഴിയിലൂടെയാണ്. രാത്രി അത് വഴി ആ പിള്ളേർ നിൽക്കുന്ന വഴിയിലൂടെ അല്ലേ? വരമ്പെ കൂടെ കയറിയാ മറ്റേ തെങ്ങ് തൊടി. നീ എങ്ങനെ ഏരിയ പോയ വഴി പറഞ്ഞു? അതന്നെ ആ വഴി. ഏരിയ ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? നേരെ പോയി. ഓവിനുള്ളിൽ കൂടി പോയോ? ഇവിടുന്ന് ഏതാണ്ട് നല്ല ദൂരമുണ്ട്. അതായത് മേലെ കൂടെ അല്ലേ കനാലിൽ വെള്ളം പോയി. അടിയിൽ കൂടെ ഓവാണ്. അത് വെള്ളമല്ലേ ഇപ്പൊ വെള്ളം പോയ സമയത്ത് നീന്തി പോയോ? നീന്തിയിട്ടല്ല. നിങ്ങൾ കണ്ടിരുന്നോ? പോലീസിനെയും കണ്ടില്ലേ? ഇവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ നിന്റെ ഭാര്യനെ കൊന്നിട്ട് അവൻ വന്ന് സുഖമായിരിക്കുന്നു. പാർട്ടി ഒരുപാടായിട്ട് പോലീസുകാരനെല്ലാം അന്തരം ചെയ്തിരിക്കുന്നു. അങ്ങനെ വിടാൻ പറ്റാൻ തള്ള മകൻ പള്ളി പടക്കൊണ്ട് ബാധ വെളിയിൽ പറഞ്ഞു. പക്ഷെ എന്റെ കത്തി കത്തി കണ്ടു വണ്ടി ഓട്ടോമാറ്റിക് അവിടെ പോയി റിവേഴ്സ് പോയി. ആ അമ്മ എവിടുന്ന് വരുന്നുണ്ടോ? അവിടുന്ന് അമ്മ വരുന്നുണ്ടോ? ശരി, എവിടെ അമ്മയെ പറ്റിയ സ്ഥലം? വീണതാണ്. വെട്ടിയത് അവിടെയാണ്. അവിടെ തന്നെ